വഖഫ് ഭേദഗതി ബില്ല് ചർച്ചയ്ക്കും കഴിഞ്ഞു. ഇനി വോട്ടിനിടലാണ്. അതല്ല എൻ്റെ പരിപാടിയായിട്ട് നടക്കും. എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഗുജറാത്തിൽ തുടങ്ങി വെച്ചതാണ് പരിപാടികൾ. അവിടെ ആസൂത്രിതമായിട്ട് തകർത്ത് വെച്ചത് മുസ്ലിങ്ങളുടെ എക്കണോമി, മുസ്ലിങ്ങളുടെ സാമ്പത്തികമാണ് തകർത്ത് വെച്ചത്. ഇപ്പം മൊത്തം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ എന്തിനേറെ പറയുന്നു, 3 കൂടി ചെത്തിയെടുത്ത് ഉപ്പിലിട്ടു എന്ന് പറഞ്ഞാൽ പോരെ. നമസ്കാരം. പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. വഖഫ് ഭേദഗതി അത് വലിയൊരു ചതിയായിരുന്നു. ചതിയാകുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. ചതിച്ചു. വഖഫ് ബില്ലിന്റെ കെടുതികൾ, BJP-ക്കാർ പറയുന്നത് വഖഫ് ബില്ലിന്റെ കെടുതി, ഇല്ലായ്മകൾ. ഏതായാലും വഖഫ് നിയമം വഴി, വഖഫ് ഭേദഗതി നിയമം വഴി എന്ത് തരം ഗുണമാണ് മുസ്ലിം സമൂഹത്തിന് ഉണ്ടാകുക, എന്ത് തരത്തിലുള്ള ദോഷമാണ് ഉണ്ടാകുക, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. കാരണം അവതരിപ്പിച്ചുള്ള BJP അല്ലേ. അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 12ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ഗോറി അങ്ങനെ തന്നെ ഇവിടെ വന്ന് വഖഫ് ആരംഭിച്ചത്. പിന്നീട് മുഗൾ ഭരണത്തിന് കീഴിൽ വഖഫിന് വലിയ വികസനം നടന്നു. പിന്നീട് വന്ന സുൽത്താൻമാരായിട്ടുള്ള ഇൽത്തുമിഷ്, മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, അവരെ അലാവുദ്ദീൻ ഖിൽജി, അങ്ങനെയുള്ള ആളുകൾ ഇതൊക്കെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. ഒപ്പം അത് വികസിപ്പിക്കുകയും ചെയ്തു. പിന്നീട് വന്ന മുഗൾ ചക്രവർത്തിമാരെല്ലാം തന്നെ ഇതേ പാത പിന്തുടർന്നു. ഇപ്പം ആ വസ്തുവകകൾ 8,70,000 വസ്തുവകകളായിട്ട് ഇന്ത്യയിൽ പരന്നു കിടക്കുകയാണെന്നാണ് പറയുന്നത്. കുറച്ചൊന്നുമല്ല. 9,40,000 ഏക്കർ ലാൻഡ്. അതിൻ്റെ ഏകദേശ വില കണക്ക് കൂട്ടുന്നത് 1,00,000 കോടി. ചെറിയ വേരിയേഷനായിട്ട് അപ്പുറത്തും ഇപ്പുറത്തേക്കും പലരും പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും വഖഫ് ബോർഡ് അതൊരു നിസ്സാര കാര്യമല്ല. ഇന്ത്യയിലെ വസ്തുവക ഉടമസ്ഥന്മാരിൽ അവർക്കിപ്പോൾ 3ാം സ്ഥാനമാണുള്ളത്. 1ാം സ്ഥാനം ഇന്ത്യൻ റെയിൽവേ. അവർക്കുള്ള അത്ര ഭൂമി ആർക്കുമില്ല. ഇന്ത്യയിൽ മുഴുവൻ അവരുടെ ഭൂമി ആരെന്ന് പറയുന്നത് കിടക്കുകയല്ലേ. പിന്നെ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ്, മിലിറ്ററി സംവിധാനങ്ങൾ. 3ാം സ്ഥാനത്ത് നിൽക്കുന്ന വഖഫ് ബോർഡാണ്. ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് ഏകദേശ കണക്കുകളാണ് കേട്ടോ. ഈ വഖഫിന്റെ അധീനതയിലുള്ള ഈ വസ്തുക്കളെല്ലാം ഇപ്പൊ പുതിയ നിയമം വന്നിരിക്കുകയാണ്. ആ നിയമപ്രകാരം ഈ വസ്തുവകൾ അവർക്ക് നഷ്ടപ്പെടുമോ? ഇത് വലിയൊരു ചോദ്യമാണ്. അതിന് ഉത്തരം ഇതാണ്. ഇന്നലെ അമിത് ഷാ പറഞ്ഞല്ലോ, നഷ്ടപ്പെടില്ല, നഷ്ടപ്പെടില്ല, നഷ്ടപ്പെടില്ല. പിന്നെ കണക്കിൽപ്പെടാത്ത കാര്യങ്ങൾ കണ്ടുകെട്ടും. അത് സ്വാഭാവികമാണല്ലോ. കലാകാലങ്ങളായിട്ട് കയ്യിൽ വന്ന പണത്തിന് കണക്ക് വയ്ക്കാൻ പറ്റുമോ? 150 വർഷം, 250 വർഷം, 350 വർഷം മുമ്പ് വന്ന കാര്യങ്ങൾക്ക് പലതിനും കണക്കുണ്ടാവില്ല. അപ്പം പലതും പോകും. അത് വേറെ കാര്യം. ആ വിഷയം ഇവിടെ നിൽക്കട്ടെ. വഖഫിൻ്റെ സാമ്പത്തിക വിഷയം ഇവിടെ നിൽക്കട്ടെ. നമുക്ക് വേറൊരു വിഷയത്തിലേക്ക് കടന്നിട്ട് നമുക്ക് ഇവിടേക്ക് തന്നെ തിരിച്ചു വരാം. നമുക്കിവിടെ ഇനി പറയാനുള്ള വിഷയം കേരളം. അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ വിഷയം. സംഘി, കൃസംഘി, മുസംഘി, രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പ്, ഇതൊക്കെയാണല്ലോ നമ്മുടെ ചർച്ചയ്ക്ക് വരുന്ന കാര്യങ്ങൾ. അതിലേക്ക് നമുക്കൊന്ന് എത്തിച്ചു നോക്കാം. ഇതിൻ്റെ ക്രീം ലെയർ പൊളിറ്റിക്സ് എന്താണ്? ക്രിസ്ത്യാനികളുടെ വോട്ട് 18.4, ഇപ്പോൾ 18.5 മറ്റോ ആണ്. അത്രയും ജനസംഖ്യയാണ് ഇവിടെ. ശതമാനം 18.4% ആണ് കേരളത്തിലും ക്രിസ്ത്യാനികളുള്ളത്. അതെല്ലാം തന്നെ ഒരു കയറുമേലെ മുമ്പിൽ ഒരു കഴുത നടക്കും, പുറകിൽ 100,000 കഴുതകൾ നടക്കല്ലോ. അന്ധേനൈവം നീയമാന യഥാന്താഹ എന്ന് പറയും. ഈ രീതിയിൽ ഇവിടെയുള്ള പള്ളിക്കാരും പട്ടക്കാരും എന്ത് പറയുന്നുവോ അവർ വീണമീട്ടുന്നതനുസരിച്ച് കൈകാലിളക്കുന്നവരാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ മുഴുവൻ. അതിൽ 1, 2, 3, 4, 5, 8, 10, 15 അത്ര വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ് അതിന് മാറി സഞ്ചരിക്കുന്നത്.
ബാക്കിയെല്ലാം പള്ളിക്കാരെയും പട്ടക്കാരുടെയും കീഴിലാണ്. ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ 18% വരുന്ന ക്രിസ്ത്യാനികളുടെ വോട്ട് അത് മൊത്തത്തിൽ അടിച്ചു മാറ്റാൻ, അത് CPM ക്രിസ്ത്യാനിയാകട്ടെ, INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ക്രിസ്ത്യാനിയാകട്ടെ, കേരള കോൺഗ്രസ് ക്രിസ്ത്യാനിയാകട്ടെ, ഇതിലൊന്നും പെടാത്ത ക്രിസ്ത്യാനിയാകട്ടെ, ഇവിടെ പിന്നെ വിവിധ ശാഖകളുണ്ട്, കാത്തലിക്, അങ്ങനെ ജാക്കോബൈറ്റ്സ്, ഓർത്തഡോക്സ് ഒക്കെ ഉണ്ടല്ലോ, കോട്ടയം സഭ, എല്ലാവരും ഇത്തവണ വരുന്ന ഇലക്ഷനിൽ BJPക്ക് വോട്ട് കുത്തും, അതിൽ യാതൊരു സംശയമില്ല. ക്രിസ്ത്യൻ മുസ്ലിം തലതൊട്ടപ്പന്മാർ അവര് ഇടവിട്ട് തമ്മിൽ കണ്ട് റംസാൻ ക്രിസ്മസ് നാടുകളിലൊക്കെ കണ്ട് തേൻ പുരട്ടലും കാര്യങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട്. പക്ഷെ കാര്യങ്ങളൊന്നും അവരുടെ നിയന്ത്രണത്തിലല്ല. അതറിയാവുന്നവരാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്, സാധാരണക്കാരുടെ ഇംഗിതം, കേരളത്തിലെ ക്രിസ്ത്യാനി, സാധാരണക്കാരനായിട്ട് ക്രിസ്ത്യാനിയുടെ ഇംഗിതം എന്താണ്? മുസ്ലിങ്ങളുടെ മേലെ ചളിവാരി അറിയണം, അവരൊന്ന് തല താഴ്ന്നു കാണണം, ഇത്ര മാത്രമേ ഉള്ളൂ. ഏതായാലും സാധാരണക്കാർ അരിശം കൊണ്ടിട്ടാണ് ഇരിക്കുന്നത്. പ്രധാനമായിട്ട് ഇസ്ലാമോഫോബിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണത്. കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഏകദേശം ഒരു 50, 55, 60 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലുണ്ടായിരുന്ന അപ്രമാദിത്വം ക്രിസ്ത്യാനികൾക്ക് നഷ്ടപ്പെട്ടു, പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ടു. അത് മുഴുവൻ മുസ്ലിങ്ങളുടെ കയ്യിൽ വന്ന് ചേർന്നു. സാമ്പത്തികമാണ് പ്രധാനമായിട്ടും. ആയതുകൊണ്ട് തന്നെ അങ്ങനെ വന്ന് ക്രമാനുഗതമായിട്ട് അവരിൽ എത്തുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്യാനോ അതിനെ വേണ്ടി തടഞ്ഞു നിർത്താനോ ഇവരുണ്ടാക്കിയ സംഘം, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, കേരളത്തിലുള്ള കോൺഗ്രസ് ഒരു ക്രിസ്ത്യാനി കോൺഗ്രസ് ആയിരുന്നു. അവസാനം ക്രിസ്ത്യാനികളുടെ കയ്യിൽ വന്ന് ചേരുകയും ചെയ്തു. ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാനുള്ള കോൺഗ്രസ്സാണ് കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പക്ഷെ അവർക്കും ഓരോ കമ്മ്യൂണിസ്റ്റുകൾക്കും ഇവർക്ക് വേണ്ടിയിട്ട് കാലിൻ്റെ അടിയിൽ മണ്ണൊഴുകി പോകുന്ന കാര്യം ഇവരോട് പറയാൻ പോലും അവർ തയ്യാറായില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ വായും പൊളിച്ച് നിൽക്കുകയാണ് ക്രിസ്ത്യാനികൾ. കയ്യിലുള്ള സാമ്പത്തികം മുഴുവൻ സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത്. അതേ സമയത്ത് ആ സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ്. ആയതുകൊണ്ട് തന്നെ അവരുടെ അരിശം, ഇല്ലം മുഴുവൻ കത്തിച്ചു കളഞ്ഞാലും എലിയെ തോൽപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് അവരുടെ സാമൂഹിക, സാമ്പത്തിക, രാജനൈതിക കാര്യങ്ങൾ മുഴുവൻ അവർ തിരിച്ചുവിട്ടിട്ടുള്ളത് ഇപ്പോൾ BJPയിലേക്കാണ്. BJPയാണ് ഞങ്ങളുടെ റെഡീമർ, ഞങ്ങളുടെ രക്ഷകൻ എന്ന രീതിയിലാണ് അവർ പെരുമാറുന്നത്. പിന്നെ കുറേ ഹിന്ദു വോട്ടുകൾ. അതുകൊണ്ടാണ് ഹിന്ദു എന്ന് എവിടെയും എപ്പോഴും നാഴികയ്ക്ക് 40 വട്ടം അവർ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളെ ഹിന്ദുക്കൾ ചോദിച്ചു, നമ്മൾ ഹിന്ദുക്കൾ ഉണരണം എന്നൊക്കെ പറഞ്ഞപ്പോഴും ഹിന്ദു എന്നുള്ള വാക്ക് ഹിന്ദു സംരക്ഷകരായിട്ട് അങ്ങനെ ഒരു പൊതുബോധം അവർ സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ്. ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ വേറൊരു കാര്യം, എൻ്റെ ഒരു സുഹൃത്ത് എപ്പോഴും എന്നോട് പറയുന്നൊരു കാര്യം, എത്രയായാലും സ്വാമി ഒരു പ്രശ്നം വരുമ്പോൾ RSകാർ മാത്രമല്ലേ നമുക്കുള്ളൂ എന്ന്. അങ്ങനെ ഒരു പൊതുബോധം സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഹിന്ദുമതം, ആ ഹിന്ദുമതത്തിനും ഹൈന്ദവർക്കും എതിരെയുള്ള ഒരു റിയൽ ത്രെട്ടാണ് ഈ RSS. കാര്യങ്ങൾ തെളിയിക്കുന്നത്. There is no bit of connection between these two aspects, really, Hindu Dharma and ideology of RSS. ഹിന്ദു ധർമ്മ ഐഡിയോളജിയും RSSന്റെ ഐഡിയോളജിയും തമ്മിൽ പുനഃബന്ധം പോലുമില്ല. കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമുള്ളൂ എന്നർത്ഥം. ഇത് പല ഹിന്ദുക്കൾക്കും അറിയില്ല. ഏതായാലും കുറേ ഹിന്ദു വോട്ടുകളും BJPയിലേക്ക് ഒഴുകും. കുറേ വോട്ടുകൾ അവർക്കുണ്ടല്ലോ. ഇത്തവണ പ്രത്യേകിച്ചും കുറേ ഹിന്ദു വോട്ടുകൾ അവിടേക്ക് ഒഴുകും. ഇനി മൂന്നാമത്തെ വോട്ടിംഗ് സ്രോതസ് ഏതാണെന്ന് അറിയാമോ? അത് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഈ സ്വാമി കള്ളനാണ്, ഈ സ്വാമി RSS ചാരനാണ്, ഞങ്ങളുടെ നേതാവിനെ കളിയാക്കി. മൂന്നാമത്തെ സ്രോതസ് ഇത്തവണ BJPക്ക് ബാക്കപ്പ് പ്രതീക്ഷിക്കുന്നൊരു വലിയ സ്രോതസ് ഉണ്ട്. അതാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളത്. AP വിഭാഗം സമസ്ത ഒരു സിനിമയിൽ പറഞ്ഞ പോലെ അവളങ്ങ് നാഗവല്ലിയായിട്ട് മാറിക്കഴിഞ്ഞു.
ഇതാണ് ഇപ്പോൾ AP വിഭാഗം സമസ്തയുടെ അവസ്ഥ. അവർ RSSന്റെ വക്താക്കളായിട്ട് മാറിക്കഴിഞ്ഞു. RSSന്റെ സപ്പോർട്ടേഴ്സ് അല്ല, RSSന്റെ വക്താക്കളായിട്ട് മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ RSകാരായിട്ട് മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇടവിട്ട് പോയി കാണുന്നതും കാല് കഴുകുന്നതും ഒക്കെ അതുകൊണ്ടാണല്ലോ. അപ്പം അവരും അതേ ഭാവമുള്ള സംഘീയ മനോഭാവം വെച്ച് പുലർത്തുന്ന മുസ്ലിങ്ങളും BJP പൊളിറ്റിക്കൽ സ്ട്രെങ്ത്തിൻ്റെ സോഴ്സുകളാകുന്നുള്ള യാതൊരു സംശയമില്ല. പണ്ടൊരു മുസ്ലിം വോട്ട് പോലും BJP കിട്ടിയിരുന്നില്ല. BJP എന്നുള്ള പേര് കേൾക്കുന്ന, RS എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഒരു ചെവി കുത്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഏതായാലും ഈ നിലയിൽ പോവുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല, ഈ വരുന്ന ഇലക്ഷന് ദക്ഷിണ കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ആ ഏരിയയിൽ നിന്ന് നമ്മൾ കരുതുന്ന പോലെയുള്ള ഒരു വോട്ടിംഗ് ഷെയർ അല്ല കിട്ടാൻ പോകുന്നത്, അതിനപ്പുറമാണ്. 10 സീറ്റ് എനിക്ക് തോന്നുന്നു ഈ നിലയ്ക്കാണ് പോകുന്നത്, 10 സീറ്റ് അവർക്ക് കിട്ടും. ദാറ്റ് മീൻസ് ഒരു 20 to 23% വോട്ടിംഗ് ഷെയർ അവർക്കുണ്ടാകും. അത്രയുണ്ടായാലും മതി. അവരെന്താവും, ഒരു അൺഅവോയ്ഡബിൾ ഫാക്ടറായി മാറും. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് LDFനും UDFനും മുന്നോട്ട് പോകാൻ പറ്റില്ല. 10 സീറ്റ് എന്ന് പറയുമ്പോൾ ഒരു 40-50 ഇടങ്ങളിലെങ്കിലും 2ാം സ്ഥാനത്ത് അവർ വരും. അത്രയായി കഴിഞ്ഞാൽ കേരളം RSSന്റെ കയ്യിലാകും. അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു കാര്യം ഉറപ്പായി, ആ ഫാസിസത്തിൻ്റെ വടക്ക് നിന്നുള്ള ഇടിമുഴക്കം കേരളത്തിലും അനുരണനങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ കാരണം എന്താണ്? നമ്മൾ ഒഴിച്ചിട്ട വീടുകളുണ്ട്, അവിടെ പാമ്പ് കയറും, പഴുതാനിയും കയറും, പല്ലിയും കയറും, പെരിച്ചാഴിയും കയറും. അടക്കവും ഒതുക്കവും ഇല്ലാത്ത വീട്ടിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്ന് കയറും. ഉപയോഗശൂന്യമായിട്ടുള്ള പത്തായത്തിനടിയിൽ പട്ടി പറ്റി കിടക്കും, നമ്മളറിയില്ല. ഇത് തന്നെയാണ് സാമൂഹ്യ വ്യവസ്ഥിതിയിലും കാണുക. അരാജകത്വത്തിൻ്റെ വാഴ്ചയുടെ ഭൂമികയിലേക്ക്, അങ്ങനെയുള്ള ഭൂമികയിലേക്കാണ് ഈ ഇത്തരം ഫാസിസ വ്യവസ്ഥകൾ അവരെ തേരിലേറിയിട്ട് കടന്നു വരിക. തെളിച്ചു പറഞ്ഞാൽ LDF, UDF സംവിധാനങ്ങൾ ആണ്. ആലോചിച്ച് നോക്കണം, LDF, UDFും ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ അപ്പന ആൾക്കാർ അസ്മാദികളാണ്. അപ്പോൾ അവർ പറയും ഞങ്ങൾ LDF, UDF അല്ല, ഞങ്ങൾ INDIA, ഇന്ത്യ, ആ വ്യവസ്ഥിതിയിലാണ് ഞങ്ങൾ. ഇവിടെ വന്നു കഴിഞ്ഞാലോ I വേറെ, N വേറെ, D വേറെ, I വേറെ, A വേറെ. ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ത്രികക്ഷി, ഒരു ത്രികോണ മത്സരമാണ് വരാൻ പോകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ AP വിഭാഗത്തിൻ്റെ വോട്ടുകൾ, അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ മൊത്തം വോട്ടുകൾ, ഹിന്ദുക്കളിൽ ചിലവരുടെ വോട്ടുകൾ, ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ദക്ഷിണ കേരളത്തിൽ ഞാൻ പറഞ്ഞ 3 ജില്ലകളിലെങ്കിലും 4 ജില്ലകളെങ്കിലും അവരൊരു വാരിപ്പിടുത്തം നടത്തുക തന്നെ ചെയ്യും. പാണക്കാട് തങ്ങൾ അദ്ദേഹം കേസ് കൊടുക്കാൻ പോവുകയാണ് അത്രേ. എന്താ ഫലം? കിം ഫലം? ഫലം ഫലം നാസ്തി. അതൊരു 120 വർഷം അങ്ങോട്ട് നീണ്ടു പോകത്രേ ഉള്ളൂ. വട്ടിപ്പണ കേസ് അറിയാലോ, ഏതോ നൂറ്റാണ്ട് യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ആരംഭിച്ച വട്ടിപ്പണ കേസ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാസത്തിൽ ഒരടി വെച്ച് നടക്കുന്നുണ്ട്. പള്ളി പിടിക്കാൻ ഇവർ വരും, അവർ തല്ലും, പോലീസുകാർ വരും, ലഹള കൂട്ടും, തലയിൽ കൂടെ പെട്രോൾ ഒഴിക്കും, ഞങ്ങളും ഞാവും നിങ്ങളെയും കൊല്ലുമെന്ന് പറയും. അത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇനി നമുക്ക് വഖഫിലേക്ക് വരാം. വഖഫ് ഭൂമിയുടെ ആചാരപരമായിട്ടുള്ള, ആത്മീയ തലമായിട്ടുള്ള ഇതിലൊന്നും ഞങ്ങൾ കൈകടത്തില്ല. ഇതിലൊന്നും ഞങ്ങൾ കൈകടത്തില്ല. BJPയുടെ പ്രഖ്യാപനമാണ്, ഞങ്ങൾ കൈകടത്തില്ല. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. ഈ ലക്ഷക്കണക്കിന് വരുന്ന വഖഫ് വസ്തുവകൾക്ക് മേലെ എന്താ ഒരു പിടി ഇങ്ങോട്ട് എടുക്കലില്ല, ഒരു പിടുത്തം അത്രമാത്രം മതി. ഒരു മേൽനോട്ടം. വഖഫ് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല.
വസ്തുവകകളുടെയും മൊത്തം ആസ്തിയുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യൻ റെയിൽവേ ഡിഫൻസ് ഫോഴ്സ് കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഇവർ. അതായത് ഒരു കൊച്ചു സാമ്രാജ്യമാണ്. അതിന്മേൽ ഒരു പിടി മൗലികാവകാശങ്ങളുണ്ട്. ഓരോ മതത്തിനും അവരുടേതായിട്ടുള്ള ആചാരങ്ങൾ, ഉപചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നടത്താം. അതിനെ വിന്യസിപ്പിക്കാം. അത് സംബന്ധമായിട്ടുള്ള കേന്ദ്രങ്ങൾ പണിയാം, ഭൂമി വാങ്ങിക്കാം, അവരുടെ പ്രാർത്ഥനകൾ നടത്താം. മാത്രമല്ല അവിടേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാം. ഇതൊക്കെയും ചെയ്യാം. അതൊക്കെയുണ്ട്. പക്ഷേ അതൊക്കെ രാഷ്ട്രത്തിൻ്റെ, ഭരണകൂടത്തിൻ്റെ, ഭരണഘടനയുടെ നിയന്ത്രിത്വത്തിന് അനുരോധമായിട്ടായിരിക്കണം. അങ്ങനെ ഒരു തിയറിയുണ്ട്, ഭരണഘടന എഴുതിയിട്ടുള്ളതാണ്. അതായത് മൂക്ക് കയറ്, കഴുത്തിൽ വേറൊരു കയറ്, വിഹരിക്കുന്ന മേഖലയ്ക്ക് ഒരതിര്, അത്ര മാത്രമേ ഉള്ളൂ. അത് മൗലികാവകാശത്തിൻ്റെ അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, മൗലികാവകാശയ്ക്കൊക്കെ. പക്ഷെ ആ കളി ഈ മര്യാദയ്ക്ക് വേണമെന്നാണ്. മര്യാദ പറഞ്ഞാൽ ഒരു അതിർത്തിയുണ്ട്, അതിൻ്റെ അപ്പുറത്ത് കാണാൻ പാടില്ല. ജയിലിനകത്ത് കണ്ടിട്ടില്ലേ, തടവുകാരുണ്ട്, അവിടെ ഇടിച്ചു പിടിയൊന്നുമില്ല. അവരെ കാലത്ത് അവരെ തുറന്നു വിടും. അവർക്ക് അവിടെ കളിക്കാം, വട്ടം കൂടിയിരുന്ന് അവർ കബഡി കളിക്കാം, ക്യാരം ബോർഡ് കളിക്കാം, ചിലർക്ക് സിനിമ കാണാം, കുളിക്കാനുള്ള സംവിധാനമുണ്ട്, എല്ലാം ഉണ്ട്. പുറത്തിരുന്ന് ആഹാരം കഴിക്കാം. പക്ഷെ അവിടെ ഒരു മതിലുണ്ട്, അതിൻ്റെ അപ്പുറത്ത് കിടക്കാൻ പാടില്ല. ആ മതിലിൻ്റെ അവിടെ നിന്ന് മതിലുമ്പോൾ വെറുതെ വർത്താനം പറഞ്ഞു തന്നാൽ മതി. എന്താ അവിടെ നിന്ന് എന്ന് ചോദിക്കും ആൾക്കാർ. അപ്പം ആയതുകൊണ്ട് തന്നെ ഭരണകൂടത്തിൻ്റെയും അതുപോലെ തന്നെ ഭരണഘടനയുടെയും രാഷ്ട്രത്തിൻ്റെ മൊത്തമായിട്ടുള്ള ഗതിവിഗതികൾ അത് പറഞ്ഞ് നിശ്ചയിച്ചിട്ടുള്ള മര്യാദകളുണ്ട്, അതിർത്തികൾ. അതിൻ്റെ ആഹ്വാനങ്ങളുണ്ട്. അതിനനുരോധമായിട്ട് മാത്രമേ ഈ കളികളൊക്കെ പറ്റുള്ളൂ. അമ്മാവനോട് ചോദിക്കണമെന്ന് മാത്രം. നിങ്ങൾ എന്ത് പണി ചെയ്തു? സിനിമയ്ക്ക് പൊക്കോ, കൊച്ചുമക്കള് കല്യാണം കഴിച്ചു, സിനിമയ്ക്ക് പോകണോ, മുത്തച്ഛ ഞങ്ങളൊന്ന് സിനിമയ്ക്ക് പോയിട്ട് വരാം. പോയിക്കോ മക്കളെ, കയ്യിൽ പൈസയൊക്കെ ഉണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ പെട്ടിയിലുണ്ട്. പക്ഷേ ചോദിച്ചില്ലെങ്കിലോ ശ്രീകരങ്ങൾ, ഞാൻ ഇവിടെ ഒരാളിരിക്കുന്നത്, അവർക്ക് ഇതാണ് സംഭവം. ഒന്ന് ചോദിക്കുക, ഒന്ന് വണങ്ങുക. ഏതായാലും വഖഫില് ഇപ്പൊ പറയുന്നു, വഖഫില് അമുസ്ലിങ്ങൾ അതിൻ്റെ ഭരണത്തിന് വരാൻ പാടില്ല. ആരാ പറഞ്ഞത്? അതിൻ്റെ ഭരണത്തിന് ഇപ്പം ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇനി ആരെങ്കിലും പറഞ്ഞില്ലല്ലോ. അമിഷ ഉറക്കെ പ്രഖ്യാപിച്ചു, വഖഫിനകത്ത് ഒരു അമുസ്ലിം കടന്നു വരില്ല. ഉച്ചൈസ്രം പ്രഖ്യാപിച്ചു അദ്ദേഹം. പക്ഷേ അതൊക്കെ സർവാത്മന അംഗീകരിച്ചിട്ടുണ്ട് അവര്. അവിടെ അതിനൊരു പോയിന്റ് പറഞ്ഞത്, ദേവസ്വം ബോർഡിൻ്റെ ഹിന്ദുക്കളുടെ, ദേവസ്വം ബോർഡുള്ള അഹിന്ദുക്കളില്ലല്ലോ, ദേവസ്വം ബോർഡിൽ അഹിന്ദുക്കളില്ലല്ലോ. എന്നാൽ ഇനി ഉണ്ടാകാൻ പോകുന്ന എന്താണ്? കുറ്റിയിൽ കെട്ടിയ മാട്. ഒരു ആട്ടുംകുട്ടിയെ കുറ്റിയമ്മ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ കുറ്റിയമ്മ കിടന്ന് കറങ്ങാനേ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ മര്യാദ. മര്യാദ വെച്ചാൽ അതിർത്തി. ആ മര്യാദ പാലിക്കണം. ദാറ്റ് മീൻസ് അതിർത്തി വിട്ടു പോകരുത്. ദേവസ്വം ബോർഡ് ഡയറക്റ്റ് ഭരണം ഹിന്ദുക്കളാണ്. എന്താ പ്രസിഡന്റിന്റെ പേര്? കോദണ്ഡരാമൻ നായർ. എന്താ ഇയാളുടെ പേര്? മക്കുടൻ നായർ. എന്താ അയാളുടെ പേര്? മണഗുണാഞ്ചൻ മേനോൻ. ഒക്കെ കറക്റ്റാ, എല്ലാം ഹിന്ദുക്കളാണ്. പക്ഷേ അതിൻ്റെ പുറകിൽ ഒരാളിരിക്കുന്നുണ്ട്. ആരാണ് ഭരിക്കുന്നത് വെച്ചാൽ അവര്, സർക്കാർ. മുമ്പിലെ ഡ്രൈവർ ഇരിക്കുന്നില്ല എത്ര മാത്രം. പക്ഷേ ഡ്രൈവർക്ക് വട്ടുപിടിക്കാനുള്ള അവകാശമുള്ളൂ. ഇങ്ങോട്ട് തിരിക്കണോ, അങ്ങോട്ട് തിരിക്കണോ, മുന്നോട്ട് കൊണ്ടുപോകണോ, വേഗത്തിൽ കൊണ്ടുപോകണോ, പതുക്കെ കൊണ്ടുപോകണോ, നിർത്തണോ, അത് തീരുമാനിക്കുന്ന പുറകിലിരിക്കുന്ന ആളാ. കഴിഞ്ഞില്ലേ? വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷെ നിയന്ത്രിക്കുന്നത് BJP ആയിരിക്കും. BJP ഭരിക്കുന്നിടത്തോളം കാലം. സംശയമുണ്ടോ? കഴിഞ്ഞില്ലേ? ഇപ്പം കഴിഞ്ഞില്ലേ? ഏതായാലും 2-3 കാര്യങ്ങളാണ് അവർ കണ്ടത്. വഖഫിലൂടെ ക്രിസ്ത്യാനികളുടെ വോട്ടിൻ്റെ പോളറൈസേഷൻ, കേരളത്തിൻ്റെ ഭരണം, വഖഫ് സ്വത്തിൻ്റെ നിയന്ത്രിത്വം, ഈ 3 കാര്യങ്ങളാണ് അവർ മനസ്സിൽ വെച്ചിട്ടുള്ളത്. അവിടെ കണ്ടതാണ്, എമ്പുരാൻ്റെ കാര്യത്തിൽ കണ്ടതാണ്.
കുട്ടിക്കാലത്ത് ഒരു ഈർക്കിലി മണലിങ്ങനെ കുറച്ച് കൂട്ടി വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ഈർക്കിലി വെച്ചിട്ട് പറയും ഇതെൻ്റെ മൂക്കാ, അതുമ്പോൾ തൊട്ടാൽ ഞാൻ നിന്നെ ഇട്ടിക്കും. അത് മൂക്കല്ല, പ്രതീകമാണ്. ഇനി വരുന്ന സിനിമകൾ, ഇനി വരുന്ന സാഹിത്യം, ഇനി വരുന്ന നാടകം, ഇനി വരുന്ന എന്തു തന്നെയാണെങ്കിൽ പോലും പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് കാര്യാലയത്തിൽ പോയി ചോദിക്കണം, ആയിക്കോട്ടെ എന്ന്. അത് എമ്പുരാന് ഗതി വരും. എമ്പുരാനത്തിനെ പറഞ്ഞില്ല, അവിടെ വിട്ട് ആ വെട്ടി, ഇവിടെ വിട്ട് അവിടെ വിട്ട്, ഇവിടെ വിട്ട് ഇവിടെ വിട്ട്, അവിടെ വിട്ട് ഇവിടെ വിട്ട്, ഇവിടെ വിട്ട് എന്നാ കളിച്ചോ. ഇതെവിടെ കേട്ടിട്ടുള്ള കാര്യം? അപ്പം ഇത് തന്നെയാണ് എല്ലായിടത്തും വരാൻ പോകുന്നത്. ഒരു തരത്തിൽ റാഗിങ് കോടതിയിൽ വരുന്ന സമയത്ത് ചെക്കനോട് പറയടാ, നീ ആ മുടിയൊക്കെ നന്നായിട്ട് വെട്ടിട്ടാ, കംപ്ലീറ്റ് വെട്ടി, ഞങ്ങൾ പറഞ്ഞ പോലെ വെട്ട്, ദേ ഇവിടെ ഒരു ബട്ടൺസ് ഇടുക കേട്ടോ, നീ മോട്ടോർ സൈക്കിളിൽ നിന്നും വേണ്ട, നടന്നു വന്നാൽ മതി എന്തൊക്കെയും പറഞ്ഞ് പുതിയ കുട്ടികളെ പഴയ കുട്ടികളെ കളിയാക്കുന്ന പോലെ. ഇനി ഇവർ പറഞ്ഞ പോലെ അവിടെ വെട്ട് ഇവിടെ വെട്ട്, അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് എന്നും പറഞ്ഞ് ആ താളത്തിനൊപ്പം തുള്ളേണ്ട ഗതികേടുകളാണ് ഇപ്പോൾ എല്ലാ രംഗത്തും. സാഹിത്യമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, വ്യവസായമാകട്ടെ, എല്ലായിടത്തും വരാൻ പോകുന്നത് അത് തന്നെയാണ്. അമിത്ഷാ പറയും, അതിനനുസരിച്ച് തുള്ളിക്കോളുക. അമിത്ഷയുടെ അടുത്ത് പോയിട്ട് നാട്ടിലെ തമ്പുരാക്കന്മാരുടെ അടുത്ത് അവിടെ നിന്ന് ഓണാഘോഷം നടക്കുമ്പോൾ ആദ്യം തമ്പുരാൻ്റെ വീട്ടിൽ പോയിട്ട് കളിക്കണം. അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ഇതുപോലെ എന്ത് കാര്യമാണെങ്കിലും പോവുക, അമിത്ഷായുടെ അടുത്തേക്ക് പോവുക, ആ കാലം തൊട്ട് വണങ്ങുക. അതിനുശേഷം എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഇതൊന്നും ചെയ്താൽ മതി എന്ന് മാത്രം. അപ്പം അമിത്ഷായിൽ നിന്ന് തുടങ്ങണം, അമിത്ഷായിൽ അവസാനിപ്പിക്കണം. ഗുജറാത്തിൽ നമ്മൾ കണ്ടതാണ്. ആസൂത്രിതമായിട്ട് അവിടെ തകർത്തത് അവരുടെ കടകളാണ്, അവരുടെ എക്കണോമിയാണ്, അവരുടെ സാമ്പത്തികത്തെയാണ് തകർത്തത്. പിന്നെ ജീവനോട് കൂടിയിരിക്കുന്ന ആളുകളുടെ തണ്ടി തിരിഞ്ഞ ഗതികേടല്ലേ ഉള്ളത്. ഒരു സുപ്രഭാതത്തിലുള്ളത് മുഴുവൻ നശിച്ചുപോയി. പിന്നെ അവരെന്ത് ചെയ്യും? പിന്നെ അവർക്ക് വാക്കുണ്ടോ, നോക്കുണ്ടോ, ഐഡന്റിറ്റി ഉണ്ടോ, അന്തസ്സുണ്ടോ, ആഭിയാത്യമുണ്ടോ? ഇവർക്കാണെങ്കിലോ ആളുകളെ കൊന്നതിൻ്റെ ചരിത്രം ഞങ്ങൾ ഇത്രയും കൊന്നിട്ടുള്ളത് പറയാം. എക്കണോമിയാണ് തകർത്തത്. ഇപ്പം എന്താ സംഭവിച്ചത്? ഇന്ത്യയുടെ മൊത്തം ഈ പറഞ്ഞ ലക്ഷോപലക്ഷം കോടി വരുന്ന സ്വത്തിൻ്റെ മേലെ കൈവച്ചിരിക്കുകയാണ് അവർ. ഇനി അവരുടെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കും കാര്യങ്ങൾ. ദേവസ്വം ബോർഡിൽ ഹിന്ദുക്കളേ ഉള്ളൂ, പക്ഷെ നിയന്ത്രിക്കുന്ന ഗവൺമെന്റാ. വക്കം ബോർഡിൽ മുസ്ലിങ്ങളെ ഉണ്ടാവുള്ളൂ, പക്ഷെ നിയന്ത്രിക്കുന്നത് BJP ആയിരിക്കും, നിയന്ത്രിക്കുന്നത് RSS ആയിരിക്കും. അപ്പം മൊത്തം ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ എന്തിന് പറയുന്നു? മൂന്നും കൂടി ചെത്തിയെടുത്ത് ഉപ്പിലിട്ടു എന്ന് പറഞ്ഞാൽ പോരെ? കൂടുതലായിട്ട് എന്തിനാ പറയുന്നത്? നമസ്കാരം.